Hi students, welcome to my YouTube channel. How to choose a course after plus 2. ഇന്ന് എല്ലാവരും പ്ലസ് ടു റിസൾട്ട് വന്ന സന്തോഷത്തിലായിരിക്കും. അതുപോലെ തന്നെ നല്ല കൺഫ്യൂഷനിലുമായിരിക്കും. ചില സ്റ്റുഡൻസ് നേരത്തെ തന്നെ ഏത് കോഴ്സ് ചെയ്യണമെന്ന് ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും. ബട്ട് ചില സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ഇപ്പോഴും കൺഫ്യൂഷനിലായിരിക്കും. സോ ആ സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ ഈ ടോപ്പിക്. ഫസ്റ്റ് ഓഫ് ഓൾ, കൺഗ്രാറ്റ്സ് ഓൾ ദി സ്റ്റുഡൻസ് ഹു ഹാവ് പാസ്ഡ് പ്ലസ് 2. സ്റ്റെപ്പ് 1, സെൽഫ് അസസ്മെന്റ്. നമ്മളിൽ എന്ത് ടാലൻസ് ഉണ്ട് എന്ന് നാം സ്വയം തിരിച്ചറിയണം. നമ്മുടെ ഇൻട്രസ്റ്റ്, സ്കിൽസ് എന്താണ് എന്നൊക്കെ നാം ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇനി നിങ്ങൾക്ക് സ്കിൽസ്, ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഏത് സബ്ജക്റ്റിനോടായിരുന്നു കൂടുതൽ താല്പര്യം എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്ലസ് ടു സയൻസിൽ നിങ്ങൾക്ക് കെമിസ്ട്രിയോടാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ കെമിസ്ട്രി ബേസ്ഡ് കോഴ്സ് ആണ് നോക്കേണ്ടത്. മാത്സ് ആണ് ഇഷ്ടമെങ്കിൽ കോഴ്സ് മാത്സ് ബേസ്ഡ് ആയിരിക്കും നോക്കേണ്ടത്. റിസർച്ച് അബൌട്ട് ദി ടോപ്പിക് ബേസ്ഡ് കോഴ്സ്. ആ ടോപ്പിക്കിൽ വരുന്ന കോഴ്സിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുക. ആ കോഴ്സ് പഠിച്ചാൽ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്, സാലറി ഓക്കെ ആണോ, അബ്രോഡ് പോസിബിൾ ആണോ, ഇങ്ങനെയുള്ള ധാരാളം ചാൻസസ് ഉണ്ടോ എന്ന് റിസർച്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, കെമിസ്ട്രി ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റുഡൻസ് ആണെങ്കിൽ ബി.എസ്.സി കെമിസ്ട്രി, ബി.ഫാം, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ലബോറട്ടറി ടെക്നീഷ്യൻ, ഫോറൻസിക് എക്സെട്ര, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓരോ കോഴ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കി വേണം അനലൈസ് ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് എന്ന് മനസ്സിലാക്കിയെടുക്കുക. Then seek guidance from your teachers, mentors and career guidance. താൻ സെലക്ട് ചെയ്ത ടോപ്പിക്ക് ആപ്റ്റ് ആണോ എന്ന് അവരോടൊക്കെ ഡിസ്കസ് ചെയ്യുക. ബട്ട് ഒരിക്കലും ഇമോഷണൽ ആയിട്ട് കോഴ്സ് ആൻഡ് കോളേജസ് സെലക്ട് ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ മാത്സ് ആണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ബി.എസ്.സി മാത്സിന് ജോയിൻ ചെയ്താൽ എനിക്കും അത് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരിക്കലും ജോയിൻ ചെയ്യരുത്. ബിക്കോസ് നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിരിക്കും. എപ്പോഴും ഇഷ്ടപ്പെട്ട കോഴ്സ് വേണം ചൂസ് ചെയ്യാൻ. എന്നാലേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. ഈ പോയിന്റിൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുക. സോ ടേക്ക് യുവർ ഡിസിഷൻ വൈസ്ലി. നെക്സ്റ്റ്, ഓൾറെഡി കോഴ്സ് തീരുമാനിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഹാർഡ് വർക്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. നിങ്ങളുടെ എയിമിൽ എത്താൻ ഹാർഡ് വർക്ക് ചെയ്യുക. ഓരോ സബ്ജക്ട്സും ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഏത് ഡെസിഷൻ നിങ്ങൾ എടുക്കുമ്പോഴും ട്വൈസ് ആൻഡ് ത്രൈസ് ചിന്തിക്കുക. ഇഫ് യു ഹാവ് കൺഫ്യൂസ്ഡ് മീൻസ് ആസ്ക് യുവർ പാരൻസ്, ദേ വിൽ ഗൈഡ് യു. ഈ 4-5 വർഷം ഹാർഡ് വർക്ക് ചെയ്താൽ യു ക്യാൻ സെറ്റിൽ യുവർ ഫ്യൂച്ചർ ബ്രൈറ്റ്ലി. നമ്മുടെ APJ അബ്ദുൽ കലാം സർ പറയുന്നത് പോലെ, ഇഫ് വി വർക്ക് വിത്ത് ഡിറ്റർമിനേഷൻ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. ചില കോഴ്സസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ ഷെയർ ചെയ്യുക.